ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ ഈ കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റത്ത് 1000% ഉറച്ച പ്രതീക്ഷയും വിശ്വാസവും ഇപ്പോഴും തരുന്നു. അതിലൊരു തർക്കമില്ല. അവിടെ തന്നെ ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു മറുവശം. ഇപ്പം ഞാൻ കൊടുത്ത തെളിവുകളുടെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബേസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം സംസ്ഥാനത്ത് വേറൊരു പാരലൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിവുകളൊക്കെ ആരാണ് എനിക്ക് തന്നത്? ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിശ്ചയിച്ച DGPയുടെ നേതൃത്വത്തിലുള്ള SIT ടീമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ MR അജിത് കുമാറിൻ്റെ ഞാൻ ഈ പറയുന്ന ക്രിമിനൽ സംഘത്തിൽപ്പെട്ട അവരെ സഹായിക്കുന്ന, അവരോടൊപ്പം അവരെ ഇഷ്ടപ്പെട്ടിട്ടോ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടോ MR അജിത് കുമാറിനോടൊപ്പം നിൽക്കുന്ന ചില പോലീസ് ഓഫീസർമാർ ഈ തെളിവുകൾ എനിക്ക് തന്ന ആളുകളെ തേടി അന്വേഷണം നടത്തുകയാണ്. അതായത് താങ്കളുടെ വെളിപ്പെടുത്തൽ സമാന്തര അന്വേഷണം നടക്കുന്നു അല്ലേ? അങ്ങനെയല്ല. ഞാൻ എൻ്റെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് പലതും പോലീസുകാരിൽ നിന്നാണല്ലോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെ. അവരാരാണെന്നുള്ള അന്വേഷണത്തിനാണ് ശക്തമായി പോകുന്നത്. ചോർത്തലുമായി ബന്ധപ്പെട്ട് അരീക്കോട് ഈ അല്ലല്ല SIT അല്ല. അതാണ് ഇതിന്റെ തമാശ. അതാണ് അതിന്റെ തമാശയല്ല, അതിന്റെ സീരിയസ്നെസ്. ഇപ്പോ ഫോൺ ചോർത്തിയ കാര്യം ഞാൻ വിശദമായി പറഞ്ഞു. ഫോൺ ചോർത്താനുണ്ടായ സാഹചര്യം അത് എങ്ങനെയാണ് ഇതുവരെ ഉപയോഗപ്പെടുത്തിയത് എന്നത് അരീക്കോട് ഈ പറയുന്ന മാവോയിസ്റ്റ് ക്യാമ്പിൽ വെച്ചിട്ടുള്ള ഈ SITയുടെ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചില അവിടുത്തെ പോലീസുകാരെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് പറഞ്ഞു. അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ അന്വേഷിക്കുന്നത്? അവിടെയുള്ള ഉദ്യോഗസ്ഥരെ അടിയന്തരമായി മാറ്റിയിട്ട് പുതിയ ആളുകൾക്ക് ചാർജ് കൊടുക്കുകയല്ല ചെയ്തത്. ഈ ആളുകളുടെ പേരും വിവരവും അഡ്രസ്സും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് എങ്ങനെയാണ് ഈ വിവരം കിട്ടിയതെന്ന് ആ പോലീസ് ക്യാമ്പിലുള്ള ഈ പറയുന്ന ഈ കമാൻഡോസിനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് താങ്കൾ പറയുന്നത് തെളിവ് നശിപ്പിക്കാൻ സമാന്തരമായൊരു നീക്കം പോലീസിൽ നടക്കുന്നു. SITയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ താങ്കൾക്ക് തെളിവ് തന്നവരെ കൊടുക്കാനും ആ തെളിവുകൾ നശിപ്പിക്കാനും ഒരു സമാന്തര നീക്കമുണ്ട് എന്നാണ്. അതെ, അതാ പറയുന്നത്. ഇന്നലെ പോലെ ആ ക്യാമ്പിൽ ആളുണ്ട്. ആ ക്യാമ്പിൽ നിന്ന് മാറിപ്പോയ ഈ പറയുന്ന കമാൻഡോസിൽ നിന്ന് അവരുടെ കാലാവധി കഴിഞ്ഞ് മറ്റ് സാധാ പോലീസിലേക്കും MSPയിലേക്കൊക്കെ മാറിയ അവരെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? തെളിവ് നശിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനല്ലേ പോകുന്നത്? ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും ലോ ആൻഡ് ഓർഡറിൻ്റെ ഈ പൊസിഷനിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്ന ആളെ സസ്പെൻഡ് ചെയ്യണം. അല്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. വളരെ വ്യക്തമാണ്. ആവശ്യം അദ്ദേഹത്തെ മാറ്റി നിർത്തലല്ല. ഞാൻ ഈ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തെളിയണം. അവിടാണ് വിഷയം. അതിന് ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അല്ല, PV Anwar, എൻ്റെ ഒരു സംശയം തെറ്റാണെങ്കിൽ തിരുത്തണം. ഈ പ്രകാശ് സിംഗ് കേസിലടക്കം പദവിയിൽ നിന്ന്, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന് ഒരു ചട്ടലംഘനം അവിടെ ഉണ്ടാവണം. ഇപ്പോൾ കേവലമായ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ സസ്പെൻഷൻ നടത്തുക സാധ്യമാണോ ചട്ടപ്രകാരം? അല്ല, ചട്ടലംഘനമാണല്ലോ. ഇങ്ങനെ ഒരു SIT രൂപീകരിച്ചുകൊണ്ട് ഇവിടെ അന്വേഷണം നടക്കുകയാണ് ഒരു ഭാഗത്ത്. അപ്പോൾ അതിനൊരു പാരലൽ ടീം ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന പോലീസുകാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത് അത് ഏത് ചട്ടപ്രകാരം? അങ്ങനെ ഒരു ചട്ടമുണ്ടോ? അത് ചട്ടവിരുദ്ധമല്ലേ? ഒന്ന് അന്വേഷിക്കട്ടെ. DGP കാര്യം ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? ഈ പറയുന്ന മാവോയിസ്റ്റ് ക്യാമ്പിൽ പോയിട്ട് അത് അന്വേഷിക്കട്ടെ. ഇന്ന് അന്വേഷിക്കട്ടെ. ചട്ടവിരുദ്ധമല്ലേ? ശരി, ശ്രീ PV Anwar, എന്തായാലും ഗുരുതരമായ തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ സമാന്തര അന്വേഷണം നടക്കാനും പാടില്ലല്ലോ. തെളിവുകൾ നശിപ്പിക്കത്തക്ക രീതിയിൽ അന്വേഷണ സംഘം പ്രവർത്തിക്കാനും പാടില്ല. നന്ദി ശ്രീ PV Anwar. എന്തായാലും താങ്കൾ 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിലൊന്ന് ADGP സസ്പെൻഡ് ചെയ്യലാണ് ആവശ്യം. സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം അന്വേഷണത്തെ നേരിടാൻ. അതാണ് നീതിയുക്തമാവുക. രണ്ടാമത്തത്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അക്കമിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ചാരനാണോ എന്ന് സംശയിക്കുന്നു. വിജിലൻസിന്റെ അന്വേഷണ ഉത്തരവ് പോലും, ശുപാർശ പോലും വൈകിപ്പിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന നിലപാടിലാണ് താങ്കൾ നിൽക്കുന്നത്.